എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 5ാമത്തെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയതായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. 3 വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഒരേ മാവ് കൊണ്ട് നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ? വളരെ എളുപ്പമായിട്ട് വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ തയ്യാറായി കിട്ടും. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനിയും 1 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത്രയും കട്ടിയുള്ള മാവാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഒരുപാട് കട്ടി കുറഞ്ഞ മാവായിരിക്കരുത്. ഈ ഒരു മാവിലേക്ക് 1 സ്പൂൺ ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 പച്ചമുളകും 1 സവാളയുടെ പകുതി സവാളയും അരിഞ്ഞതും കൂടെയാണ്. സവാളയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തു. ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഈ ഒരു മുട്ടയിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റൊന്നും ഒരുപാട് വേണ്ട, ചെറിയ കഷ്ണം മാത്രം മതി. എരിവിനനുസരിച്ചുള്ള പച്ചമുളകും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. ഈ ഒരു മാവ് കൊണ്ടൊക്കെ നമുക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ തന്നെ തയ്യാറാക്കിയെടുത്തോളൂ. ഞാൻ ആദ്യം ദോശയുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കഴിഞ്ഞാൽ അത് തൂത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ആദ്യത്തെ ദോശയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ മിക്സ് ദോശയിൽ നന്നായി പുരട്ടിയ ശേഷം ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ. അങ്ങനെ 1ാമത്തെ ടൈപ്പ് ദോശ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇനി 2ാമത്തെ ദോശ ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്കും കുറച്ച് നെയ്യാണ് ഞാൻ തൂത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് തൂത്ത് കൊടുത്ത ശേഷം ദോശ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സാണ് പുരട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിലെല്ലാം മുട്ടയുടെ മിക്സ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ മുട്ട ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ 2 സൈഡിലും ഈ ദോശയുടെ മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അന്നേരം ഏത് ടൈപ്പാണോ നിങ്ങൾക്കിഷ്ടം ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തോളൂ. 3ാമത്തെ ദോശയ്ക്കായിട്ട് പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് തൂത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തിരിച്ചിട്ട് ഇതിന് മുകളിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് പ്ലെയിനായിട്ടുള്ള ദോശയാണ് തയ്യാറായിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ഏത് വേണോ അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്കും ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് തയ്യാറാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടമാകും. ഇതായാലും പ്ലെയിനായിട്ടുള്ള ദോശയായാലും വളരെ ടേസ്റ്റി. അതിനകത്ത് സവാളയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.